അമ്മ ചെയ്യുന്ന പടങ്ങളൊക്കെ പൊതുവെ പിള്ളേർ സെറ്റിന്റെ ഒപ്പമുള്ള പടമാണല്ലോ. അതെ അതെ. ശരിക്കും എങ്ങനെയാ വൈബ് മാച്ച്? അമ്മ ആ വൈബാ. എനിക്കത് അമ്മ ലൊക്കേഷനിൽ വരുന്ന വേറെ മൂഡില വരിക. എങ്ങനെയുണ്ടായിരുന്നു അമ്മ? അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ സിനിമകളിൽ കണ്ടിട്ട് ആ മനോരമ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷവും. ഓക്കെ, ആ അമ്മ എന്നുള്ള ക്യാരക്ടർ അത്രയും സ്ട്രോങ് ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ ചെയ്യുന്നത് എന്നൊക്കെ. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് മൂഡായിരുന്നു. ഫസ്റ്റ് ദിവസം ലൊക്കേഷൻ വരുമ്പോഴും അമ്മനായിട്ട് അഭിനയിക്കുക എങ്ങനെ ആവും എന്നറിയില്ലല്ലോ. ഫസ്റ്റ് ഡേ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് പിന്നെ ലൊക്കേഷൻ അമ്മേ അങ്ങനെ അങ്ങനെ പിന്നെ മോനെ എപ്പോഴും ഈ ലുപ്പന അമ്മമാർക്കൊക്കെ എപ്പോഴും ഭയങ്കര ഫാൻ ബേസ് ഉണ്ടല്ലോ സിനിമകളിൽ. ഈ തല്ലുമാലയിൽ ഫാൻ ബേസ് ഉള്ള അമ്മയാവും. അമ്മ ഈ അമ്മനെ എന്തായാലും ഉറപ്പായിട്ടും കുറെ അമ്മമാരുണ്ടാവും, കുറെ പിള്ളേരുണ്ടാവും ഈ അമ്മനെ സ്നേഹിക്കുന്ന. അതെന്തായാലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ ഫാൻ ബേസ് ഉണ്ടാവുന്നത് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഇമോഷണലി അത് കണക്ട് ആവുമ്പോൾ. ഇപ്പൊ തല്ലുമാലത്താണെങ്കിലും പെരുമാനിയത്തെ രണ്ടുമ്മമാരാണെങ്കിലും അപ്പൊ അവരൊക്കെ അത് ഇമോഷണൽ ആളുകളായിട്ട് എങ്ങനെയോ കണക്ട് ആവുന്നുണ്ട്. ആ കണക്ഷൻ മനോരമ അർജുൻ എന്നുള്ള അമ്മയും മോനും എന്നുള്ള പരിപാടിയിൽ ഭയങ്കരമായിട്ട് വർക്കാവുന്നതാണ് തോന്നുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ വിശ്വാസമാണ്. അതെ, ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസം സെറ്റായി. പ്രേക്ഷകര് അതെങ്ങനെ എടുക്കും എന്നുള്ളത്